ഡിയർ സ്റ്റുഡൻസ്, അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രേക്കിംഗ് വ്യവസ്ഥയിലെ നമ്മളുടെ റിസർവോയർ ഡ്രെയിൻ ചെയ്യേണ്ട ആവശ്യം. നീഡ് ഓഫ് റിസർവോയർ ടു ഡ്രെയിൻ ചെയ്യേണ്ട ആവശ്യം എന്താണെന്നാണ്. അപ്പോൾ അതിൻ്റെ റിസർവോയറിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റിസർവോയറിൻ്റെ നേരെ അടിവശത്തായിട്ട് നിങ്ങൾക്കൊരു മാനുവൽ ഡ്രെയിനിങ് പ്ലഗ് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ആവശ്യം വരുന്ന എയർ കംപ്രസർ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ പിസ്റ്റൺ, സിലിണ്ടർ തുടങ്ങിയ ഭാഗങ്ങളിൽ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചെറിയ അളവിൽ ഓയിൽ കടത്തി വിടുന്നുണ്ട്. ഇങ്ങനെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഓയിൽ വായുവിനോടൊപ്പം റിസർവോയറിലെത്തും. കൂടാതെ അന്തരീക്ഷ വായുവിലെ ഈർപ്പവും നമ്മളുടെ റിസർവോയറിലെത്തും. വായു തണുക്കുന്ന സമയത്ത് ഓയിൽ, ജലം ഇവ ഘനീഭവിച്ച് സാധാരണ അവസ്ഥയിലേക്ക് എത്തി റിസർവോയറിൽ ഇങ്ങനെ അടിഞ്ഞു കൂടും. അപ്പോൾ ഇവ ചേർന്നുണ്ടാകുന്ന മിശ്രിതം ബ്രേക്ക് ഘടകങ്ങളെ അല്ലെങ്കിൽ ബ്രേക്ക് വാൾവ്, ബ്രേക്ക് ചേമ്പർ എന്നിവയെ പ്രവർത്തനത്തിന് അത് തടസ്സമാവും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇടവിട്ട് നമ്മളൊരു നിശ്ചിത കിലോമീറ്റർ കഴിയുന്ന സമയത്ത് നമ്മൾ ഈ റിസർവോയറിൻ്റെ ഡ്രെയിനിട്ട് അയച്ചിട്ട് ആ ദ്രാവകത്തെ എന്ത് ചെയ്യണം, ചോർത്തി കളയണം. അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ റിസർവോയർ ഡ്രെയിൻ ചെയ്യണം എന്ന് പറഞ്ഞത്. തുരുമ്പ് പിടിക്കാനും സാധ്യതയുണ്ട്, ബ്രേക്കിംഗ് സിസ്റ്റത്തിലെ വാൾവുകളൊക്കെ അടഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അടുത്തത് ടു സെറ്റ് ദി പ്രഷർ ഓഫ് എയർ ബ്രേക്ക്. നമ്മൾ എയർ ബ്രേക്ക് സിസ്റ്റത്തിലെ പ്രഷർ ക്രമീകരിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അൺലോഡർ വാൾവ് ബ്രേക്കിംഗ് കാര്യക്ഷമത്തിന് പ്രവർത്തനത്തിന് നിർദ്ദേശിച്ചിട്ടുള്ള വായുമർദ്ദം വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കണം. ഈ സിസ്റ്റത്തിൽ എത്ര ആണോ പ്രഷർ പറഞ്ഞിട്ടുള്ള ആ പ്രഷർ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കണം. കൂടിയ വായുമർദ്ദം തീവ്രമായ ബ്രേക്ക് പ്രവർത്തിക്കുന്നതിന് കാരണമാകും. നമ്മൾ പ്രഷർ കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കും. അത് ഒരു അപകടങ്ങൾക്ക് വരെ കാരണമാകും. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ വായുമർദ്ദം ആയിരിക്കുമ്പോൾ അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്, പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാത്ത അവസ്ഥയ്ക്ക് ഇടയായിരിക്കും. അതും അപകടത്തിന് കാരണമായിരിക്കും. അപ്പോൾ നമ്മളൊരു നിശ്ചിത അളവിൽ നമ്മളത് സെറ്റ് ചെയ്തിരിക്കണം. നമ്മൾ അൺലോഡർ വാൾവിൽ നൽകിയിരിക്കുന്ന ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ തിരിച്ചിട്ടാണ് മർദ്ദം ക്രമീകരിക്കുന്നത്. സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യും തോറും വായുവിൻ്റെ പ്രഷർ കൂടുകയാണ് ചെയ്യുക. നമ്മൾ ആ സ്ക്രൂ ലൂസാക്കും തോറും പ്രഷറിൻ്റെ അളവ് കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു നിശ്ചിത ടൈറ്റിൽ അത് പിടിച്ചിട്ട് എന്ത് ചെയ്യണം, ടൈറ്റാക്കുകയും ലൂസ് ചെയ്തിട്ടുമാണ് നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ടെക്സ്റ്റിൽ ഈ ഫിഗറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവിടെ ഒരു അഡ്ജസ്റ്റിംഗ് നട്ട് കാണാം. ഈ അഡ്ജസ്റ്റിംഗ് നട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുകയും ലൂസ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ അൺലോഡർ വാൾവിൽ വഴി നമ്മൾ ഈ നമ്മളെ എയർ ബ്രേക്ക് സിസ്റ്റത്തിലുള്ള പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് നമ്മൾ ആ പ്രഷർ ഗേജിലുള്ള എയറിൻ്റെ പ്രഷർ ഗേജ് നോക്കുക. ആ പ്രഷർ ഗേജ് നോക്കിയിട്ട് അതിലെത്ര പ്രഷർ ഉണ്ട് എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കണം. അടുത്തത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് എയർ ബ്രേക്ക്. നമ്മളുടെ എയർ ബ്രേക്കിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളെയും കുറിച്ചിട്ടാണ്. ആദ്യം നമുക്ക് ഗുണങ്ങളെ കുറിച്ചിട്ട് പറയാം. അഡ്വാൻറ്റേജസ്: ഫ്രീ ഫ്രം വിയർ അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മൾ ഈ എയർ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ വളരെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്, തേയ്മാനത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇതാണ്, അതായത് നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തോളും. ഓക്കെ. ലെസ് പവർ കൺസപ്ഷൻ. നമുക്ക് വളരെ കുറഞ്ഞ പവറേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ബ്രേക്ക് പെഡലിൽ കൊടുക്കുന്ന ഫോഴ്സ് വളരെ കുറഞ്ഞ ഫോഴ്സായിരിക്കും, പക്ഷേ കൂടുതൽ ഫോഴ്സാണ് നമ്മളുടെ വീലുകളിലേക്ക് എത്തുന്നത്. ഇറ്റ് ഈസ് സിമ്പിൾ ഇൻ ഓപ്പറേഷൻ. വളരെ സിമ്പിളായിട്ടുള്ള ഓപ്പറേഷനാണ്. നമ്മൾ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റം പോലെ അല്ലെങ്കിൽ മെക്കാനിക്കൽ ബ്രേക്കിംഗ് സിസ്റ്റം പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷനോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നും അതിലില്ല. അടുത്ത ഇൻസ്റ്റാളേഷൻ സിംപ്ലിഫൈഡ് ബൈ വെരി മച്ച്. വളരെ സുഖമായിട്ട് നമുക്ക് ഇതിനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ. പിന്നെ അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനുള്ളത്. അടുത്ത ദോഷങ്ങളാണ്, ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇതിൽ കൂടുതൽ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അഡീഷണൽ കോസ്റ്റ് ഈസ് റിക്വയർഡ് ടു ഇൻസ്റ്റാൾ ദിസ് അറേഞ്ച്മെൻറ്റ് ഇൻ ദി വെഹിക്കിൾ. നമ്മളൊരു വാഹനത്തിൽ ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടുതൽ ഘടകങ്ങൾ അടങ്ങിയതുകൊണ്ട് നമുക്ക് ഇതിന് ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ. പിന്നെ എയർ കംപ്രസർ എൻജിൻ്റെ ഊർജ്ജം കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. എൻജിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന
ഊർജ്ജം നമ്മളുടെ എയർ കംപ്രസർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ വെഹിക്കിളിൻ്റെ സ്പീഡ് ഏകദേശം 40 to 50 km/h മുകളിലായിരിക്കും. ആ വാഹനത്തിൻ്റെ സ്പീഡ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എയർ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും.